അങ്ങനെ കുറേ പേര് പറഞ്ഞ പോലെ നമ്മൾ ഇന്നൊരു റമദാൻ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഉണ്ട് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാ ദിവസവും വ്ളോഗിടണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോൾ ഫൈനൽ ഇയർ ആയതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് ഒരു ഇത് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഇങ്ങനെ ലാഗ് ആവുന്നത്. അപ്പോൾ രാവിലെ കാര്യമായിട്ട് ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ഒന്നാമത് ഉറക്കപ്രാന്തിലാണ് കേട്ടോ എണീറ്റത്. കാരണം ഞാനൊരു 2 സംതിങ് ഒക്കെ ആയപ്പോഴാട്ടോ ഉറങ്ങിയത്. പിന്നെ 3-3:30 ടൈം ആയപ്പോഴേക്കും ഞാൻ വീണ്ടും എണീറ്റ് സുഹൂറിൻ്റെ ഫുഡ് ഉണ്ടാക്കാനായിട്ട്. ചില ദിവസം ഉണ്ടാക്കും, ചില ദിവസം തലേന്ന് തന്നെ സെറ്റാക്കി വെക്കും. അപ്പോൾ ഇന്ന് ഷക്ഷുക ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷക്ഷുക തലേന്ന് ഉണ്ടാക്കിയിട്ട് പിന്നെ കഴിക്കുമ്പോൾ ആ ഒരു ഇത് കിട്ടൂല. അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുകയാണ്. എഗ്ഗ് വെച്ചിട്ട് എന്തുണ്ടാക്കിയാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഷക്ഷുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഷക്ഷുകയും പിന്നെ ബ്രെഡും ഉണ്ട് കഴിക്കുന്നത്, വീറ്റ് ബ്രെഡ്. എല്ലാവരും നോമ്പും ഒക്കെ എങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് റമദാന് 30 ദിവസം 30 സീരീസ് ആക്കിയിട്ടൊക്കെ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ എന്താ പറയുക, അങ്ങനെ നടന്നില്ല. ഒന്നാമത് നമുക്ക് പ്രൊജക്റ്റിൻ്റെ വർക്കും പിന്നെ ഉണ്ട്, വൈകാതെ തന്നെ ഉണ്ട്, പിന്നെ എക്സാംസിൻ്റെ തിരക്കും, അങ്ങനെ കുറേ. പിന്നെ ക്ഷീണമാണല്ലോ നോമ്പിൽ. ആ ഒരു ഇതിൽ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ഉറക്കം വരും. അപ്പോൾ അങ്ങനെ ഡിലേ ആയത്. പിന്നെ കമൻസും കാര്യമായിട്ട് നോക്കാനായിട്ട് പറ്റില്ലല്ലോ കേട്ടോ. മറ്റേത് ഞാൻ അധിക കമൻസ് ഞാൻ റിപ്ലൈ കൊടുക്കലുണ്ട്. ഇപ്പോൾ കമൻസിന് നോക്കാനായിട്ടും എനിക്കങ്ങനെ പറ്റില്ല. അപ്പം ഒരു ജാടി നല്ല കേട്ടോ അത്. അത്രയും ഫൈനൽ ഇയർ ആയതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇൻഷാ അള്ളാ മാർച്ച് ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് എക്സാംസും കാര്യങ്ങളൊക്കെ കഴിയും. സൗണ്ട് ഉണ്ടാകും കേട്ടോ, ക്ഷമിക്കാം. അപ്പോൾ എക്സാംസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുൾ ഫ്രീയാണ്. ഡെയിലി നമ്മൾ വ്ളോഗ് ഇടും, സെറ്റാക്കും. ഓക്കെ, നമ്മൾ റംലാൻ വ്ളോഗിന് ഭയങ്കര റെസ്പോൺസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു കേട്ടോ. ഞാൻ ഇത്രക്കും റീച്ച് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതിന് കുറേ ആൾക്കാർ ഇനിയും പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിനും. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത്രയും ആൾക്കാർക്ക് നമ്മളുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ചിലവർ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നു, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഇൻസ്പയർഡ് ആവുന്നുണ്ട്, അതേപോലെ ചെയ്യാൻ നമുക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ കാരണം നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് എന്ന് അറിയുമ്പോൾ അത് അൽഹംദുലില്ലാ എനിക്ക് ഭയങ്കര കാര്യമാണ്. കാരണം ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഫുഡ് അത് നിങ്ങൾ ഉണ്ടാക്കിയാൽ അത് നിങ്ങളത് നിങ്ങളെ ഫാമിലിക്ക് കൊടുക്കുമ്പോഴും നിങ്ങൾ കഴിക്കുമ്പോഴും അതിൻ്റെ ഒരു പുണ്യം എനിക്കും കൂടി കിട്ടുമല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ ആ കാര്യത്തിൽ ഒക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ പറഞ്ഞിപ്പോൾ ഫുഡൊക്കെ സെറ്റായി. പിന്നെ ഈ ഒരു വീറ്റ് ബ്രെഡ് ഇങ്ങനെയെന്ന് ചോദിക്കരുത് കേട്ടോ. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കാണാൻ കുറച്ച് മുഞ്ചുണ്ട്, വെറൈറ്റി എന്നാൽ കിടക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്താണ് കേട്ടോ. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ കഴിക്കുകയാണ്. പിന്നെ ഇവിടെ ഉണ്ടായത് വെച്ചാൽ ഇമ്മാക്കും ഫുഡ് വേണമെന്ന്. അപ്പോൾ ഞാൻ കുറേ അങ്ങോട്ട് ഉണ്ടാക്കി. ലാസ്റ്റ് ഞാൻ എല്ലാതും കഴിക്കേണ്ടി വന്ന്. പിന്നെ അതിൻ്റെ ശേഷം ബാങ്കൊക്കെ കൊടുത്ത് നിസ്കരിച്ച് ഒന്ന് ഉറങ്ങി എണീറ്റതിൻ്റെ ശേഷം കോളേജിൽ പോകണം കേട്ടോ. രാവിലെ എണീറ്റിട്ട് ഞാൻ കോളേജിൽ പോവാണ്. കാരണം ക്ലാസ് ഒന്നുമില്ല കേട്ടോ, പ്രൊജക്റ്റിൻ്റെ വർക്കിന് വേണ്ടിയിട്ടാട്ടോ പോണത്. സത്യം പറഞ്ഞാൽ ലാസ്റ്റൊക്കെ അങ്ങോട്ട് വന്നപ്പോഴേക്കും ഇങ്ങോട്ട് വെറുത്ത് വരികയാണ്. കാരണം കുറച്ച് ചൊറയാണ് ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം. ഒന്നാമത് ടൈപ്പിങ്ങും കറക്ഷൻസും അങ്ങനെയൊക്കെ പോകുമ്പോൾ. പക്ഷേ കുഴപ്പമില്ല, നല്ല രസമാണ്. ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വർത്താനം പറയാതെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വർത്താനം പറയും, എന്നാലും പണിയാണ് കേട്ടോ കാര്യമായിട്ട് നടക്കുക. എനിക്ക് കുറേ നേരം ഇരുന്നാൽ ബാക്ക് പെയിൻ വരാൻ തുടങ്ങും കേട്ടോ. ഇങ്ങനെ മെഹന്തി ഇടുമ്പോഴും അതേമാതിരി എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴും ലാപ്പിൽ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴും എനിക്ക് പെട്ടെന്ന് വരും ബാക്ക് പെയിന്. അത്യാവശ്യം നല്ലോണം എനിക്ക് പുറം വേദന എടുത്തിരുന്നു ഇത് ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ. You have brain. ഒരു ഡാറ്റ അനാലിസിസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തതിൻ്റെ ഒരു പൊലിവണുപ്പങ്ങളാണ് കണ്ടത്. പിന്നെ കോളേജിൽ നിന്ന് തന്നെ ഞങ്ങൾ ശരിക്കും ഉച്ചയ്ക്ക് പോകാൻ വേണ്ടി നിന്നാണ് കേട്ടോ. പക്ഷേ തീർന്നില്ല. അപ്പോൾ കുറച്ചധികം നേരം കൂടി ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3:30-4 മണി അടുപ്പിച്ചാണ് കേട്ടോ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാനും എൻ്റെ പ്രൊജക്റ്റ് പാർട്ട്ണറും, നേരത്തെ കണ്ടില്ലേ ഒരാൾ, അതാണ് എൻ്റെ പ്രൊജക്റ്റ് പാർട്ട്ണർ. പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ എനിക്ക് വന്നപ്പോൾ. കാരണം പുറത്തൊക്കെ ഇറങ്ങിയാൽ, പ്രത്യേകിച്ച് ഈ ചൂടത്ത് ഇറങ്ങിയാൽ ഭയങ്കരമായിട്ട് ദാഹിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഞാൻ ഈ ജ്യൂസ് വാങ്ങി കേട്ടോ, വരുന്ന വഴിക്കാണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വാങ്ങി. പിന്നെ എൻ്റെ കണ്ണിൻ്റെ കോലം കണ്ടില്ലേ, സ്ക്രീൻ ടൈമും കൂടിയിട്ടാണ് എൻ്റെ കണ്ണ് ആ കോലത്തിലായിട്ടുള്ളത്. പിന്നെ ഉറക്കല്ലായ്മ ഉണ്ട് കേട്ടോ.
എന്താ നിങ്ങൾ ഇതാണ് വീഡിയോസൊക്കെ ലാക്കാവേണ്ട ഒരു റീസൺ എന്ന് പറഞ്ഞാൽ വീട്ടിലെത്തി അസർ നിസ്കരിച്ച് പിന്നെ അച്ഛനോട് എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും, കുറച്ച് നേരം അത് വാർന്നിട്ട് അങ്ങനെ ഇരിക്കും. പിന്നെ ഇഫ്താറിനുള്ള പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. നമ്മൾ ഇഫ്താറിന് അങ്ങനെ ഭയങ്കര സെറ്റപ്പിൽ കുറേ ഫുഡ് ഐറ്റംസും കുറേ സ്നാക്സും ആയിട്ട് അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ. ഒന്നാമത് ഇവിടെ കഴിക്കാൻ ആളില്ല, ഞാനും എമ്മയും മാത്രമേ ഉള്ളൂ കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഏറ്റവും മിനിമലായിട്ട് ഒരു ഫ്രൂട്ട് ആയിട്ട് ഉണ്ടാക്കും. പക്ഷേ ഇന്ന് നമുക്ക് 2 ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണാൻ കുറച്ച് മുൻചായിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ നമുക്കിങ്ങനെ നോമ്പെടുക്കുമ്പോൾ നമുക്ക് തോന്നും കുറേ കഴിക്കണം, നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫുഡ് കഴിക്കണം, വയറ് നിറച്ച് കഴിക്കണം എന്നൊക്കെ തോന്നും. പക്ഷേ 2 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ എൻ്റെ വയറ് ഡമ്മാണ്. പിന്നെ അതുകൊണ്ട് തന്നെ കുറേ ഫുഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടും ഇങ്ങനെ സെർവ് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അത് കഴിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ആകും. ലൈക്ക് അത് അതിലേറെ നല്ലത് ഏറ്റവും മിനിമലായിട്ട് നമ്മൾ ഉണ്ടാക്കണതാണ്. അപ്പോൾ ഞാൻ ജ്യൂസ് വാങ്ങാനായിട്ട് പോയപ്പം എന്താ അവിടെ ഉന്നക്കായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര പുതിയ ഉന്നക്കായ കഴിക്കാൻ, എനിക്ക് ഉന്നക്കായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചീറ്റ് ഡേ എടുത്ത് എന്താ ഒരു ഉന്നക്കായും ഒരു കോക്ടെയിലും ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു റമദാന് ഓൾമോസ്റ്റ് 2 kgs കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡയറ്റും ഒക്കെ ചെയ്തിട്ട് നമ്മളെ DT ന്യൂട്രി ഡയറ്റിൻ്റെ ഇതിൽ ഞാൻ ഡയറ്റൊക്കെ ചെയ്തിട്ട് ഉണ്ടായിരുന്നു. എന്നാലും എനിക്കിങ്ങനെ എന്താ ഞാനിങ്ങനെ ചീറ്റ് ഡേ എടുക്കും, എന്നാലും എനിക്ക് വലിയ സീനൊന്നും ഇല്ലാതെ പോയിട്ടുണ്ട്. ഇങ്ങനെ വാങ്ങിക്കൊടുത്ത് എന്താ ഈത്തപ്പഴം വെള്ളവും കൊണ്ട് നമ്മൾ നോമ്പ് തുറന്നു. പിന്നെ കോക്ടെയിൽ കുടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കോക്ടെയിൽ. എന്താ പറയുക, സെറ്റാണ് ആ ഒരു കോക്ടെയിൽ. പിന്നെ ഉന്നക്കായ കഴിച്ചു. പിന്നെ എന്താ പറയുക, മഗ്രിബ് നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ മഴ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എനിക്കിങ്ങനെ ആ ഒരു ടൈമിലും മഴ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി. ചില കാര്യങ്ങൾ നമ്മളെ മൂഡ് ലിഫ്റ്റ് ചെയ്യുമല്ലോ, അങ്ങനത്തെ ഒരു കാര്യമാണ് കേട്ടോ മഴ. ഒന്നാമത് ഈ ഒരു നോർമലി റമദാൻ്റെ ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ റമദാൻ്റെ തലേന്ന് പിറ്റേന്നൊക്കെ ആയിട്ട് എപ്പോഴേലും മഴ പെയ്യലുണ്ട് കേട്ടോ. അതെന്താണെന്നറിയില്ല, പഠിച്ചവൻ്റെ ഒരു ഇത് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ എന്താ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട്, ആ ഒരു ചൂട് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ കൂളാക്കാൻ വേണ്ടിയിട്ടാണ് ആ മഴ വരുന്നതെന്നൊക്കെയാണ് എനിക്കൊരു തോന്നില്ല കേട്ടോ അങ്ങനെ. കാരണം ഇപ്പം നോമ്പിനിടയിൽ ഇങ്ങനെ ഉണ്ടാവില്ല, കഴിഞ്ഞ നോമ്പിനല്ല അതിൻ്റെ മുന്നത്തെ നോമ്പിന് തലേന്നായിട്ട് എന്താ മഴ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ തോന്നുമല്ലോ നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അങ്ങനത്തെ ഒരു എനിക്ക് മഴ എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് എനർജി ആയിട്ടോ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു അടിപൊളി ഫീലിംഗ് ആണ്. എനിക്കിപ്പോൾ കറക്റ്റ് പറയാൻ അറിയില്ല. പിന്നെ എന്താ ഇന്ന് ഡിന്നറിന് ദോശയായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ദോശമാവ് വാങ്ങിച്ച ദോശമാവായിരുന്നു, അതുകൊണ്ട് തന്നെ അത് ഒരു സെറ്റായില്ല, അതിൻ്റെ കോലം കണ്ടില്ല നിങ്ങൾ. അപ്പം എന്തൊക്കെയോ ഒരു കുഴപ്പം, ഭയങ്കര സോഫ്റ്റ്നെസ് കൂടിപ്പോയൊരു ദോശ, ക്രിസ്പിനെസ് ഒന്നും ഇല്ലാത്ത ദോശയായിരുന്നു കേട്ടോ. പക്ഷേ ടേസ്റ്റ് വൈസ് സെറ്റായിരുന്നു. പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സാമ്പാർ കേട്ടോ ഉമ്മാൻ്റെത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു തട്ടിക്കൂട്ട് വ്ളോഗ് കേട്ടോ. ഇനി വലിയ വ്ളോഗായിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരേണ്ട ഇൻഷാ അല്ലാ. അപ്പോൾ അതുവരേക്കും അപ്പം എത്ര ഉള്ളൂ.